നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നടൻ വിജയ് ജയിക്കുമോ ഭരണം പിടിക്കുമോ എന്നറിയാൻ മെയ് 4 വരെ കാത്തിരുന്നാൽ മതി. DMKയ്ക്കും ADMKയ്ക്കും കടുത്ത വെല്ലുവിളി ഉയർത്തിയ നടൻ വിജയ് വൻ പ്രചാരണം നടത്തിയ നിലയിൽ ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്നാണ് അറിയാനുള്ളത്. തമിഴകത്ത് 234 നിയമസഭാ മണ്ഡലങ്ങളിൽ 5.67 കോടി വോട്ടർമാരാണ് കഴിഞ്ഞ ദിവസം വിധി എഴുതിയിരിക്കുന്നത്. തീപാറുന്ന ത്രികോണ മത്സരത്തിൽ DMK തന്നെ ഭരണത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നടൻ വിജയ് പിടിക്കുന്ന വോട്ടുകൾ DMKയുടേതായാൽ ADMK ഇലക്ഷനിൽ പ്രതീക്ഷിക്കാത്ത നേട്ടമുണ്ടാകും. DMK മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസാമി, TVKയുടെ വിജയ്, നാം തമിഴ് കക്ഷിയുടെ സീമാൻ, VCKയുടെ തോൽ തിരുമാളവൻ തുടങ്ങിയവരാണ് ഇലക്ഷനിലെ മുൻനിര നേതാക്കൾ. DMK AIADMK വൈരികൾ തമ്മിലാണ് മുഖ്യ പോരാട്ടമെങ്കിലും സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ നയിക്കുന്ന തമിഴക വെട്രിക്കഴക അഥവാ TVKയുടെ അരങ്ങേറ്റത്തിലാണ് ദേശീയ ശ്രദ്ധ. 2024 ഫെബ്രുവരി 2 പിറവിയെടുത്ത TVK 234 മണ്ഡലങ്ങളിൽ പത്രിക നൽകിയെങ്കിലും എടപ്പാടിയിൽ പത്രിക തള്ളിയതോടെ ഒരു സീറ്റിലെ മത്സരം പാളിപ്പോയി. വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും ചെന്നൈയിലെ പെരുമ്പൂരിലുമായി 2 ഇടത്ത് മത്സരിക്കുന്നു. അതേസമയം TVK ജനവിധിയിൽ ചലനമുണ്ടാക്കില്ലെന്ന് മാത്രമല്ല വിജയ് 2 ഇടത്ത് തോൽക്കുമെന്നും പറയുന്നവരുണ്ട്. 180 സീറ്റുകളും 44.9% വോട്ടുകളും DMK നേടി സ്റ്റാലിൻ ഭരണം തുടരുമെന്നാണ് അഗ്നി ന്യൂസ് അഭിപ്രായ സർവേ ഫലം. ഭരണം പിടിക്കാൻ വേണ്ടത് 118 അസംബ്ലി സീറ്റുകൾ മാത്രം. DMK മുന്നണിക്ക് സ്റ്റാലിനായിരുന്നു പ്രചാരണ നായകൻ. AIADMKയ്ക്ക് 54 സീറ്റുകളും 38.5% വോട്ടുകളുമാണ് അഗ്നി ന്യൂസ് സർവേ ഫലം. വിജയ് നയിക്കുന്ന TVK പരമാവധി പിടിക്കുക 9.7% വോട്ടുകൾ മാത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിക്കിലും തിരക്കിലും 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 51 നിർദ്ദേശങ്ങൾ പോലീസ് വിജയുടെ പ്രചാരണ പരിപാടികൾക്ക് നൽകിയിരുന്നു. അതിനാൽ ജനങ്ങളെ ഇളക്കി മറിക്കും വിധമുള്ള റോഡ് ഷോകൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കനിമൊഴി MPയുമാണ് DMKയുടെ നായകനിര. സ്റ്റാലിൻ എല്ലാ മണ്ഡലങ്ങളും ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ ചെന്നൈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഉദയനിധി സ്റ്റാലിന്റെയും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെയും പ്രചാരണം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെന്നൈയിൽ ക്യാമ്പ് ചെയ്താണ് BJPയെ ഏകോപിപ്പിച്ചത്. 2 അടയാളമായ AIADMK മുന്നണിയിൽ 27 സീറ്റിലാണ് BJP മത്സരിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിലെ BJP കടന്നുകൂടിയുള്ളൂ. AIADMK 169 സീറ്റുകളിൽ മത്സരിക്കുന്നു. സഖ്യകക്ഷികൾക്ക് 65 മണ്ഡലങ്ങൾ നൽകി. ചെന്നൈയിലെ 16 സീറ്റുകളിൽ 13 എണ്ണത്തിലും AIADMK മത്സരിക്കുന്നു. DMK മുന്നണിയിൽ കോൺഗ്രസ് 28 സീറ്റുകളിലും മത്സരിക്കുന്നു. 2021 25 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 18 സീറ്റുകളിൽ വിജയിക്കാനായി. MK സ്റ്റാലിൻ ചെന്നൈക്കടുത്ത് കൊളത്തൂരിൽ നിന്നും ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് ട്രിപ്ലിക്കനിയിൽ നിന്നുമാണ് വീണ്ടും ജനവിധി നേടുന്നത്. അടുത്തിടെ DMKയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി O പനീർശെൽവത്തിന് ബോഡിനായ്ക്കന്നൂർ സീറ്റ് നൽകി. ആകെ 164 സീറ്റിലാണ് DMK മത്സരിക്കുന്നത്. 70 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് അനുവദിച്ചു. DMKയിൽ 60 പേർ പുതുമുഖങ്ങളാണ്. DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് സഖ്യകക്ഷികൾ മത്സരിക്കുന്നത്. AIADMK മുന്നണിയിൽ BJP 27, PMK 18, AMMK 11, TMC 5 എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം.